ഇന്ന് യോഗ ദിനമാണ്. ലോകത്തെമ്പാടും ആളുകൾ യോഗ ദിനമായി ആചരിക്കുന്നു. UNO അതിന് നേതൃത്വം കൊടുക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ വളരെ അറിയപ്പെടുന്ന വിശിഷ്ട വ്യക്തികൾ യോഗ ചെയ്യുന്ന റീലുകൾ നമ്മൾ കാണുന്നു. ഒരിക്കലും യോഗയ്ക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു സ്വീകരണമാണിന്ന് ലോകം മുഴുവൻ ലഭിക്കുന്നത്. അതൊരു വൻ വിജയമായി മാറുക. എങ്ങനെ അറിയാം? നമുക്കിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോയി യോഗ അവിടെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയില്ലല്ലോ. എങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ, യോഗ വളരെ മോശമാണ്, യോഗ ശരീരത്തിന് ഒരുപാട് ഉപദ്രവം ചെയ്യും എന്ന തരത്തിൽ ഒരു വൻ പബ്ലിസിറ്റി ഈ ലോകം മുഴുവനുണ്ട്. അമേരിക്കയിലൊക്കെ വളരെ കൂടുതൽ ഇത് കാണാൻ കഴിയും. ശാസ്ത്രജ്ഞന്മാരാണ്, വലിയ ഡോക്ടർമാരാണ്, ഹെൽത്തിൻ്റെ എക്സ്പേർട്ടുകളാണ് എന്ന് ഭാവിച്ചുകൊണ്ട് മീഡിയയിൽ വന്നിട്ട് യോഗയെ ചീത്ത പറയാം. സർവാംഗാസനത്തിൽ നിന്നാൽ അല്ലെങ്കിൽ ശീർഷാസനത്തിൽ നിന്നാൽ അത് വലിയ പ്രശ്നമുണ്ടാക്കും. അങ്ങനെ എന്തുകൊണ്ടാണ് ഇത്രയധികം യോഗയ്ക്കെതിരെ കുറേ ആളുകൾ ഇറങ്ങിയത്? ആളുകൾ ഇറങ്ങിയതല്ല, ഇറക്കിയതാണ്. അതായത് വിദേശ ശക്തികൾ, പിന്നെ ഇന്ത്യയിലെ തന്നെ ചില വിരുദ്ധ ശക്തികൾ യോഗയെ നശിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളർ ലോകത്ത് ഇറക്കിയിട്ടുണ്ട്. കാരണം യോഗ അവർക്ക് വലിയ അപകടമാണ്. ഏറ്റവും വലിയ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, യോഗ ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. സത്യം വദ ധർമ്മം ചര, സത്യം പറയൂ, ധർമ്മം അനുഷ്ഠിക്കൂ. അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. അതുപോലെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയും. ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ, എൻ്റെ രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ. അങ്ങനെ ഒരു ചിന്താഗതി ലോകത്തിലെ ആളുകൾക്ക് മുഴുവൻ വരികയാണെങ്കിൽ ഇവിടെ യുദ്ധമേ നടക്കില്ല, അല്ലേ? പക്ഷെ അങ്ങനെയല്ല. എൻ്റെ രാജ്യം, എൻ്റെ മതം. അങ്ങനെ നൂറ്റാണ്ടുകൾക്കോ ആയിരം വർഷങ്ങൾക്കോ ഉണ്ടായ ചില കാര്യങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഏത് തരത്തിലുള്ള ആക്രമണം നടത്തുക, കുട്ടികളെ കൊല്ലുക, സ്ത്രീകളെ കൊല്ലുക, ബോംബുകൾ വർഷിക്കുക, ഇതെല്ലാം ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ല ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ചെയ്യേണ്ട എന്താവശ്യമാണ് ഈ ഭൂമിയിലുള്ളത്? കുറേ ആളുകളുടെ മനസ്സിനുണ്ടാകുന്ന വൈകൃതം, മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ, കച്ചവടത്തിൻ്റെ പേരിൽ. ഈ യുദ്ധങ്ങളിൽ അത് ഹമാസും ഇസ്രായേലും തമ്മിലായാലും ശരി, ഇറാനും ഇസ്രായേലും ആയാലും ശരി, ഇന്ത്യയും പാകിസ്ഥാനും ആയാലും ശരി, ഈ യുദ്ധങ്ങളെല്ലാം എല്ലാവരും നോക്കും. എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് വിജയിക്കുന്നതെങ്കിൽ ഇസ്രായേൽ ഇനി രണ്ടാമത് റീബിൽഡ് ചെയ്യേണ്ടി വരുന്നു അതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ. പല കാര്യങ്ങളിലും അവർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അവർ പുറകോട്ടാവും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പെട്ടെന്ന് തീർന്ന് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഒരു ഗുരുത്വം. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ പൗരനും അതിൻ്റെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നേനെ. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇസ്രായേലിൽ സംഭവിക്കുന്നത്, ഇറാനിൽ സംഭവിക്കുന്നത്, പാലസ്തീനിൽ സംഭവിക്കുന്നത്. സാധാരണ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ് കാര്യം? ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ചില ഗ്രന്ഥങ്ങളുണ്ടായി. ആ ഗ്രന്ഥത്തിൽ അവിടുത്തെ ആളുകളുടെ മാനസികാവസ്ഥ വെച്ച് എന്തൊക്കെ എഴുതി വെച്ചു. അത് കണ്ണടച്ച് പിന്തുടരുന്ന കുറേ ആളുകൾ. ലോകം മാറിയതൊന്നും അവരറിഞ്ഞില്ല. ശാസ്ത്രം എന്തുമാത്രം ബുദ്ധിമുട്ടി കാര്യങ്ങൾ കണ്ടുപിടിച്ചു, അവരുടെ ജീവിതം ലളിതമാക്കി, സന്തോഷകരമാക്കി, അർത്ഥവത്താക്കി. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മതങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് വലുത് എന്നും വിചാരിക്കുന്നു. എല്ലാ മതങ്ങളുടെയും പിൻഗാമികൾ അങ്ങനെ തന്നെയാണ്. അവരുടെ മതങ്ങൾ പറയുന്നത് മാത്രമേ സത്യമുള്ളൂ. എൻ്റെ ടെറസിൽ നിന്ന് കാണുന്ന ചന്ദ്രൻ മാത്രമാണ് യഥാർത്ഥ ചന്ദ്രൻ, ബാക്കിയെല്ലാം കള്ളചന്ദ്രനാണ്. ഈ ഒരു മാനസികാവസ്ഥ, അതിനെ തകർത്തുകൊണ്ടാണ് നമ്മുടെ ഗുരുക്കന്മാർ ലോക സമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞത്. ലോകം മുഴുവൻ സുഖമായിരിക്കണം, ഞാൻ മാത്രം സുഖമായിരുന്നിട്ട് എന്താണ് കാര്യം? കുചേലൻ്റെ ഭാര്യയ്ക്ക് മഹാലക്ഷ്മി വലിയൊരു വരദാനം കൊടുത്തു, ഒരുപാട് സമ്പത്ത് കൊടുത്തു. ശ്രീകൃഷ്ണ ഭക്തനായ കുചേലൻ ഇനി ദാരിദ്ര്യത്തിൽ മുങ്ങരുത്, അതായിരുന്നു ദേവി പറഞ്ഞു. പക്ഷേ കുചേലൻ്റെ പത്നിയായ കല്യാണി അത് ആദ്യം സ്വീകരിച്ചില്ല. എന്താണ് കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എന്നെപ്പോലെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് ഇവിടെയുണ്ട്, അവർക്കിടയിൽ ഞാനൊരു പണക്കാരനായിട്ടിരിക്കാൻ അല്ലെങ്കിൽ പണക്കാരിയായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവർക്കും കൂടെ സൗഭാഗ്യം കൊടുക്കുമെങ്കിൽ മാത്രം എന്നെ സമ്പന്നയാക്കിയാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടുകൂടി ഈ ദാരിദ്ര്യത്തെ അനുഭവിച്ചോളാം.
അതാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു പറയുന്ന ഒരു സാധനം ഒരാളുടെ ഹൃദയത്തിലുണ്ട്. സംസ്കാരം. അവസാനം മഹാലക്ഷ്മി എല്ലാവർക്കും വാരി കോരിക്കൊടുത്തു. എവിടെയെല്ലാമാണോ കല്യാണി പോയി ഭിക്ഷ യാചിച്ചിരുന്നത്, കുചേലിന് കൊടുക്കാനുള്ള അവല് പോലും ഭിക്ഷ അയച്ചാണ് എടുത്തത്. ആ കുടുംബങ്ങളെയെല്ലാം മഹാലക്ഷ്മി സംരക്ഷിച്ചു. അപ്പോൾ ഇതൊരു മാനസിക അവസ്ഥയാണ്. ഞാൻ മാത്രം വലിയ പണക്കാരനായി ശക്തനായി ഇരിക്കുന്നു എന്നുകൊണ്ട് ഞാനെങ്ങനെ സന്തോഷവാനാകും? ഇന്ത്യ ഇപ്പോൾ നമ്പർ 1 ആയെന്ന് വരിക, യുദ്ധത്തിലായാലും ശരി എന്തിലും നമ്പർ 1. ഇന്നിപ്പോൾ അമേരിക്കയാണ് പറയുന്നത്, ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സാമ്പത്തികമായിട്ടും നമ്മൾ വളരെ മുന്നേറ്റം തന്നെയാണ് കുറിക്കുന്നത്. ഈ അടുത്ത കാലത്തെ സർവേ കാണിക്കുന്നത് ഏറ്റവും മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ്. ബാക്കി എല്ലാവരും താഴോട്ട് പോയി. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയെന്ന് വരിക. ആരെയും ഉപദ്രവിക്കാൻ നമുക്ക് കഴിയും, ആരെയും വിലക്കെടുക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാവും. ഇപ്പുറത്ത് പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്, സിലോണുണ്ട്, തൊട്ടപ്പുറത്ത് മ്യാൻമറുണ്ട്. അവിടെയൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണെങ്കിൽ നമ്മൾ ഒരിക്കലും സുരക്ഷിതരായി സന്തോഷവാന്മാരായി ജീവിച്ചു പോയില്ല. നിങ്ങൾ ഒരു വലിയൊരു കെട്ടിടം കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റും ഒരു ചേരിയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഈശ്വര സൃഷ്ടിയുണ്ടോ, ഈശ്വര അനുഗ്രഹമുണ്ടോ? ഒന്നുമില്ല. എല്ലാവരും നന്നാവണം, എല്ലാവരും സുരക്ഷിതരായിരിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അധികാരത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്നു, മതങ്ങൾ അവരെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ വലിയൊരു നേതാവായി മാറണമെന്ന് ട്രംപ് വിചാരിക്കുന്നു. ലോകത്തിൻ്റെ രക്ഷകൻ ഞാനാണ്. അതിനുവേണ്ടി അദ്ദേഹം തനി ഒരു വൈശ്യ സംസ്കാരത്തിൽ അമേരിക്കയെ കൊണ്ടുവന്നെത്തിച്ചു. അതായത് പണമാണ് പ്രധാനം. ഇവിടെ വിജയിക്കുന്ന ആരാണ്? യുദ്ധങ്ങളിൽ വിജയിക്കുന്നത് ആയുധ കച്ചവടക്കാർ മാത്രമാണ്. അവരാണ് കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർ ഉണ്ടാക്കുന്ന ഈ കോടികൾ എത്രയോ പേരുടെ രക്തത്തിൻ്റെ മുകളിലാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? എത്രയോ പേരെ അനാഥരാക്കി, എത്രയോ വിധവകളെ സൃഷ്ടിച്ചു, എത്രയോ കുട്ടികളെ കൊന്നൊടുക്കി. അതിൽ കിട്ടുന്ന പണം കൊണ്ട് അയാളിനി ഹോണോലുലും അല്ലെങ്കിൽ നൈസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മോണ്ടിക്കാർലോയിലോ ഒക്കെ പോയി അവിടെയൊക്കെ വലിയ പണം കൊടുത്താൽ മാത്രം കിട്ടുന്ന സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് കടപ്പുറത്ത് കിടക്കുകയാണെങ്കിൽ അയാൾ സന്തോഷവനാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഭാരതീയ സംസ്കാരം പറയുന്നു കർമ്മഫലമുണ്ടാവും. എന്ത് ചെയ്താലും, നമ്മൾ ചെയ്താലും ഉണ്ടാവും. നമുക്കും ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരും. ഒരിക്കലും കർമ്മത്തിൻ്റെ ഫലത്തിൽ നമുക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള ചിന്തകൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ ഭാരതീയ സംസ്കാരത്തിന് കഴിയുന്നു. നിങ്ങൾ മാത്രമല്ല ഞങ്ങളും, ഞങ്ങൾ മാത്രമല്ല നിങ്ങളും ഈ ആശയം. അപ്പോൾ ഇത് വരുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടാവും, ജനങ്ങളുടെ ചിന്താഗതിയിലുണ്ടാവും, കച്ചവടത്തിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ ഭാരതത്തെ നശിപ്പിക്കണം. ഏതെല്ലാം തരത്തിൽ നശിപ്പിക്കാമോ ആ തരത്തിലെല്ലാം നശിപ്പിക്കണം. അപ്പോൾ ഭാരതം ഇന്ന് ഏറ്റവും അധികം പ്രൊജക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് യോഗ. ആ യോഗയെക്കുറിച്ച് എന്തെല്ലാം തരത്തിൽ കുപ്രചരണം നടത്താമോ അതെല്ലാം നടത്താൻ വേണ്ടി കോടാനുകോടി ഡോളർ ചിലവാക്കിക്കൊണ്ടാണ് ആളുകളെ വാടകയ്ക്കെടുത്ത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പറയും. അത് കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടായിരുന്നില്ല. കാര്യം നിങ്ങൾ യോഗ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശരീരം എങ്ങനെ ആണ് സന്തോഷമായിട്ട് അതിനോട് പ്രതികരിക്കുന്നതെന്ന്. നിങ്ങളുടെ കൂടെ ഉള്ള ആളുകളെക്കാൾ എത്ര യൗവനത്തിൽ ഇരിക്കുന്നുവെന്ന്, നിങ്ങളുടെ മനസ്സ് എന്ത് ശാന്തമാണെന്ന്, നിങ്ങളുടെ ആരോഗ്യത്തിന് എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും അതിലേക്ക് അതിജീവിച്ചു പോകാൻ കഴിയുന്നുണ്ട് എന്ന്. അത് തീർച്ചയാണ്. യോഗ 5 തരത്തിൽ നിങ്ങളെ സഹായിക്കും. ഒന്ന്, നിങ്ങളുടെ ശരീരത്തെ ഹെൽത്തി ആക്കും, കോൺക്രീറ്റ് ആക്കും, ബലമുള്ളതാക്കും. മറ്റൊന്ന്, നിത്യ യൗവനം നിങ്ങൾക്ക് തരും. വേറൊന്ന്, നിങ്ങളുടെ കരിസ്മാറ്റിക് പവർ, നിങ്ങളുടെ ആകർഷണ ശക്തി കൂടും. അതുപോലെ തന്നെ നിങ്ങളുടെ യുവത്വം നിലനിർത്തും, നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമാക്കും, മനസ്സിന് ഒരുപാട് സന്തോഷം നൽകും. ഓരോ ദിവസവും സന്തോഷത്തോടെ കടന്നു പോകും, ഉദയം തൊട്ട് അസ്തമനം വരെ. നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് നിങ്ങളുടെ മനസ്സ്. ഒരിക്കലും നിങ്ങളുടെ മനസ്സിന് നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളതിനെ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും നല്ല നിങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി, നിങ്ങളുടെ ബോഡി ഗാർഡ്, നിങ്ങളുടെ സർവൻ്റ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ അടിമയാണ് നിങ്ങളെങ്കിൽ ഇതൊക്കെ കൂടെ നിങ്ങളുടെ ജീവിതത്തെ നരകമാക്കും. അപ്പോൾ
സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ, ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ, ഇൻ്റലക്ച്വൽ ലെവൽ വളരണമെങ്കിൽ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, സിക്സ്ത് സെൻസ് അത് കൂടണമെങ്കിൽ, അതിനൊക്കെ ഉപരി വളരെ സ്പിരിച്വലായിട്ടൊരു ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഉണ്ടാവണമെങ്കിൽ യോഗ ഈസ് ദ ഓൺലി വേ എന്ന് ഞാൻ പറയില്ല. ബട്ട് ഡെഫിനറ്റ്ലി കഴിഞ്ഞ 50 വർഷമായിട്ട് യോഗ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, യോഗ വളരെ വളരെ ഇഫക്റ്റീവാണ്. അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇനി ആര് ചെയ്താലും, 1000 വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണല്ലോ, അത് ജനങ്ങൾക്കിടയിൽ പടർന്ന് പന്തലിക്കുക തന്നെ ചെയ്യും. ഹാപ്പി യോഗ ഡേ.